നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഓട്സ് ഓംലേറ്റ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓംലേറ്റ് ആണ് കേട്ടോ ഇത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ 1/2 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് മിക്സിയിലെ ജാറിലൊന്ന് പൊടിച്ചിട്ട് അതിലോട്ട് വെള്ളമോ അതല്ലെങ്കിൽ പാലോ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ഓട്സിന് 3/4 കപ്പ് ചൂടുവെള്ളമാണ് ഉപയോഗിച്ചത്. നമ്മൾ എടുക്കുന്ന ഓട്സിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ വെള്ളത്തിൻ്റെ അളവിൽ. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓട്സ് എല്ലാം നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ടയും ഇതുപോലെ തന്നെ ഓട്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ ഒരു അളവ് എന്ന് പറയുന്നത് 2 ഓംലേറ്റ് ഉണ്ടാക്കാനുള്ളൊരു അളവാണ്. അപ്പം നമ്മൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ അളവും കൂട്ടുക, അതോടൊപ്പം തന്നെ മുട്ടയുടെ അളവും കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത്, അതല്ലെങ്കിൽ നമ്മൾക്ക് ഏത് വെജിറ്റബിൾ ആണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പം എല്ലാം ചെറിയ സൈസിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതലും നല്ലത്. ഞാനിപ്പോൾ ഇതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുത്തു, ക്യാപ്സിക്കം ചെറുതായിട്ട് എരിഞ്ഞത് ചേർത്ത് കൊടുത്തു, ചീരയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് തക്കാളിയും സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ കരിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 1/4 ടീസ്പൂണ് ചതച്ച് വെച്ച മുളക് പൊടിയും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെജിറ്റബിളും അതുപോലെ തന്നെ ഓട്സിൻ്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഇതുപോലെ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മളെടുത്ത ഈ ഒരു അളവനുസരിച്ചിട്ട് ഈ ഒരു സൈസിൽ 2 ഓംലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി അതിലോട്ട് ഒരു അല്പം ഓയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്നാക്കായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അന്നേരം കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ച് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതുപോലെ തന്നെ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അന്നേരം ഓയിലൊക്കെ അവോയ്ഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ 2ാമത്തെ ഓംലേറ്റും റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും സജഷൻസും കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്.